ഹലോ, വെൽക്കം ടു മൈ ചാനൽ നീനാസ് വേൾഡ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ല പഴുത്ത് അങ്ങനെ നിൽപ്പാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം അടർത്തിയെടുക്കുകയാണ്. ഒരെണ്ണം ഞാൻ അടർക്കുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പേരയ്ക്കയും വിളഞ്ഞ് നിൽപ്പുണ്ട്, അതിൽ നിന്നും ഞാൻ എടുക്കുകയാണ്. ഈ ഒരെണ്ണേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഇനി ഇതിവിടെ നിർത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, നമ്മുടെ കിളികൾ അടിച്ചുകൊണ്ട് പോകും. അതിനേക്കാളും ഞാനിങ്ങനെ എടുക്കുകയാണ്. എനിക്കിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ വേറൊരു പേര് ഇവിടെ നട്ടിട്ടുണ്ട്. ഇതാണത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കായ്ച്ച പേരയ്ക്കയാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ അടർത്തി എടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു എന്തോ ഒരു പാടുപോലെ പുറത്ത് കാണുന്നില്ല. അത് കണ്ടിട്ടാണ് ഇനി നിർത്തിയിരിക്കേണ്ടെന്ന് വിചാരിച്ച് അടർത്തിയത്. ഞാനത് മുറിച്ച് കഴിച്ചായിരുന്നു, പക്ഷേ ഒരു കേടും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് വിളഞ്ഞിട്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നഷ്ടമൊന്നും പറ്റിയില്ല. പിന്നെ നമ്മുടെ ചെറിയൊക്കെ നല്ല വിളഞ്ഞങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ നല്ല വിളവ് തരണമെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ലറി ഉണ്ട്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നല്ല ചവറൊക്കെ ആയിട്ട്, നല്ല ചവറല്ല, കുറച്ച് ചവറുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ സാധാരണ തൂക്കാറുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഫസ്റ്റിൽ തൂത്ത ശേഷം സ്ലറി ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തറയിലൊക്കെ വെള്ളമായിട്ട് പിന്നെ തൂത്താലും ശരിക്കും മണ്ണൊന്നും പോവില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇവിടെ തൂത്ത് അവിടെ ആയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. ഇത് നമ്മൾ കളയില്ല. എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതിൽ നല്ല മണ്ണിൻ്റെ കറുത്ത കളറിലല്ലേ ഇരിക്കുന്നത്. ഇത് നമ്മളിട്ട വളങ്ങൾ തന്നെയാണ്. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഊർന്നിറങ്ങിയിട്ട് ഈ വളവും കൂടെയൊക്കെയാണ് ഇതിൽ മിക്സായി കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അറിയാലോ, നല്ല ചൂടാണ്, ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ ഞാൻ ഈ തൂത്തതൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എടുത്ത് ഓരോ ഗ്രോ ബാഗിനുള്ളിലും ഇട്ട് കൊടുക്കും. ഇതുപോലെ ഓരോ ഗ്രോ ബാഗിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മൾ വെള്ളം നനച്ചാലും ഉള്ളിലൊരു തണുപ്പ് നിലനിൽക്കും. പെട്ടെന്ന് ഈ മണ്ണ് ഉണങ്ങി ഒന്നും പോവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പതിവ് ഇങ്ങനെയാണ്. അപ്പോൾ മിക്ക ഇതിൻ്റെയും നോക്കി ഇതൊക്കെ നേരത്തെ ഇട്ടതിൻ്റെ ഇതാണ്. നമ്മുടെ മാതളമൊക്കെ പൂത്ത് നിൽക്കുകയാണ്. നമ്മുടെ മാതളത്തിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഏതായാലും ബാക്കി ചവറുകൂടെ ഞാൻ മാതളത്തിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഈർപ്പം കിട്ടട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഈർപ്പം നിലനിർത്താൻ നല്ലൊരു മാർഗ്ഗമാണ്. ഇനി ഞാൻ ഞാൻ പറഞ്ഞ ഈ സ്ലറി ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നത്. ഇപ്പോൾ നിറച്ചുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഉപയോഗിച്ചിപ്പം ഇത്രയാക്കി വെച്ചേക്കെയാണ്. ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടിപ്പോൾ എത്ര നാളായെന്ന് വെച്ചാൽ ഏതാണ്ടൊരു 1.5 മാസത്തിൽ കൂടുതലായി. നമ്മുടെ ശരിക്കും പറഞ്ഞ ചാണകത്തിൻ്റെ അതേ എഫക്റ്റാണ്, ചാണകത്തിൻ്റെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ചാണകം കിട്ടാനില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണിത്. അപ്പം എല്ലാവർക്കും ചാണകം കിട്ടിക്കോളണം എന്നില്ലല്ലോ. അപ്പം ചാണകത്തിന് പകരമായിട്ടുള്ള നല്ലൊരു വളമാണ് ഇത്. നമ്മൾ പച്ചിലകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചുറ്റും ലഭിക്കുന്ന പച്ചിലകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഞാനൊരു 3 കപ്പ് എടുക്കുന്നുണ്ട്, ഒരു ബക്കറ്റ്. എന്നിട്ട് ഞാൻ ഇതിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അതുപോലെ അങ്ങ് നേരിട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇത് ഒഴിച്ചൊരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അതായത് ചെടികൾക്ക് നല്ലൊരു പച്ചപ്പ് ലഭിക്കും, നല്ലൊരു വളർച്ചയുണ്ടാവും. ചെടികൾക്ക് എന്തായാലും നല്ല വളർച്ചയുണ്ടാവും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് 1 രൂപ പോലും ചിലവില്ലാത്തൊരു സംഭവമല്ലേ. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഈ സവാളയുടെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10 വിത്ത് പാകിയപ്പോൾ എനിക്ക് 3 സവാളയാണ് കിട്ടിയത്. ബാക്കി 7 വിത്ത് നശിച്ചു പോയി. ഏതായാലും 3 എണ്ണമെങ്കിലും കിട്ടിയല്ലോ, അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഇത് വിളവെടുക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ തണ്ടൊക്കെ നല്ല പോലെ ഉണങ്ങി. അപ്പോൾ ഏതായാലും 3 എണ്ണമെങ്കിൽ 3 അത്രയെങ്കിലും കിട്ടിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്കും ഇതിവിടെ കൃഷി ചെയ്യാൻ പറ്റും എന്നോ എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ സവാള ശരിക്കും പറഞ്ഞാൽ ചിലർ സവാള വെച്ച് കഴിഞ്ഞാൽ അത് പുതിയ സവാള കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്തോ അങ്ങനെ കിട്ടിയിട്ടില്ല. കിളിർക്കും, പക്ഷേ അതിൽ സവാള ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വിത്ത് പാകിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വേറെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടെയൊക്കെ ഇങ്ങനെ വിളവെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇലകൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്ലറി ഉണ്ടാക്കിയെന്ന് കാണണ്ടേ.
നമ്മുടെ മുരിങ്ങയില ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇതുപോലെ ഈ വട്ട ഇല ഉണ്ടല്ലോ, എന്താണ് കമ്മ്യൂണിസ്റ്റ് പച്ചയാണോ എന്തോ ആണ് ഇതിൻ്റെ പേര്, ശരിക്കും പറഞ്ഞാൽ അതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ. അറിയാമെന്നുള്ളവർ എന്തായാലും ഇല കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ ഒരു ഇലയാണേ. ഇതൊക്കെ ഞങ്ങൾ പണ്ട് കഞ്ഞിയും കറിയും വെക്കുന്ന ഒക്കെ ഒരു ഇലകളായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പഴയ ഓർമ്മകളിലോട്ടങ്ങ് പോയി. പിന്നെ ഞാനിട്ടത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയാണേ. അത് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇടണേ. നമ്മുടെ ഈ മുരിങ്ങയില, ശീമക്കൊന്നയുടെ ഇല, അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ നമ്മുടെ പപ്പായയുടെ ഇല കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ നേരത്തെ ഉണ്ടാക്കിയ സ്ലറിയിൽ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ അടച്ച് വെക്കണം, അല്ലെങ്കിൽ കൊതുക് വന്ന് മുട്ടയിടും. അതുകൊണ്ട് ഇതുപോലെ അടച്ച് തന്നെ സൂക്ഷിക്കണം. ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് ഉപയോഗിക്കാം. പിന്നെ പഴകും തോറും അതിൻ്റെ ഗുണം കുറച്ച് കൂടും. അങ്ങനെയാണ്. നമ്മൾ നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ടാൽ കുറച്ച് നാൾ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബായ്.